രാജ്യത്ത് വന്ദേ ഭാരത് ട്രെയിനിൽ യാത്രക്കാർ 34% വർധനവ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ 3.98 കോടിയോളം യാത്രക്കാരാണ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്തതെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. LDFും CPIയും തികഞ്ഞ പ്രതീക്ഷയോടുകൂടിയാണ് തിരഞ്ഞെടുപ്പ് ഫലത്തെ കാത്തിരിക്കുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വോട്ടിംഗ് ശതമാനം കൂടിയാൽ UDF വിജയിക്കുമെന്നെല്ലാം പഴയ കണക്കുകളാണെന്നും LDF മികച്ച വിജയം നേടുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതീക്ഷയോടെയാണ് ഫലം കാത്തിരിക്കുന്നത്. വിശദമായൊരു പത്രത്തിന് വേണ്ടിയുള്ള കമ്മിറ്റി കൂടാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾക്കുറപ്പാണ് ജനങ്ങൾ LDFിൻ്റെ 3-ാം കൂടെ ഉറപ്പാക്കും. പെർസെൻറ്റേജ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി UDF ജയിക്കും. അതൊക്കെ പഴയ കണക്കാണ്, അതൊക്കെ പോയി. ചിക്കമംഗളൂരുവിൽ വിനോദയാത്രയ്ക്കിടെ മരിച്ച ശ്രീനന്ദയ്ക്ക് ജന്മനാട് യാത്രമൊഴിയേക്ക്. ശ്രീനന്ദയുടെ സംസ്കാര ചടങ്ങുകൾ അയ്യൂർ മഠത്തിൽ പൂർത്തിയായി. ശബരിമല നട തുറന്നു. വിഷു മേടമാസ പൂജകൾക്കായാണ് നട തുറന്നത്. പുലർച്ചെ 5 മണിക്ക് നട തുറന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ സന്നിധാനത്ത് മഹാഗണപതി പൂജ നടന്നു. നട അടയ്ക്കുന്ന 18-ന് വിശിഷ്ടാൽ പൂജ ഉൾപ്പെടുത്തി മറ്റ് പൂജകളും നടക്കും.